നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവര് ഇനി ശബരിമല ചവിട്ടില്ലെന്ന തീരുമാനത്തിലാണോ? അദ്ദേഹവുമായി അടുപ്പമുള്ളവരോട് അദ്ദേഹം തൻ്റെ ഈ തീരുമാനം അറിയിച്ചു എന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് രാജീവ് തന്ത്രിയാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് തന്ത്രിയെ ഈ കേസിൽ കുടുക്കിയത് എന്നാണ് വിലയിരുത്തൽ. തന്ത്രിയുമായിട്ടുള്ള ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലെടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും നൽകിയ മൊഴികളാണ് തന്ത്രിക്ക് കൂടുതൽ വിനയായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാജീവ് തന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത കൊല്ലത്തെ പ്രമുഖ വ്യവസായിയും നിർണായക സമയത്ത് തന്ത്രിയെ കൈവിട്ടിരുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊല്ലത്തെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴിയിൽ കുടുംബാംഗങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും വ്യവസായ പ്രമുഖൻ ഫോൺ എടുത്തില്ലെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് കേസിൽ ജാമ്യം ലഭിച്ചാലും കുറ്റവിമുക്തനായാൽ പോലും ഇനി ശബരിമലയിലേക്ക് ഇല്ല എന്ന തീരുമാനം തന്ത്രി എടുക്കുന്നത്. 2026 ജനുവരി 9 ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രാജീവ് തന്ത്രി അറസ്റ്റിലാകുന്നത്. SIT സംഘമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യാനായി SIT ഓഫീസിൽ വിളിച്ചു വരുത്തിയ തന്ത്രിയെ ഇതിനു പിന്നാലെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് അന്നത്തെ തന്ത്രി കണ്ഠരര് രാജീവര് ആണെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവർ നേരത്തെ മൊഴി നൽകിയിരുന്നു. സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ അനുവദിക്കാവുന്നതാണെന്ന കുറിപ്പ് നൽകിയതും കണ്ഠരര് രാജീവരായിരുന്നു. എന്നാൽ 1998 സ്വർണം പൊതിഞ്ഞെന്ന വസ്തുത ഈ കുറിപ്പിലുണ്ടായിരുന്നില്ലെന്ന് SIT വിലയിരുത്തിയിരുന്നു. ഈ കുറിപ്പിലാണ് പിന്നീട് മുരാരി ബാബു ചെമ്പുപാളികളെന്ന് മാറ്റി എഴുതിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്ന് SIT സംഘം മൊഴിയെടുത്തിരുന്നു. പോറ്റിയെ അറിയാമെന്നും എന്നാൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് കുറിപ്പ് നൽകിയത് എന്നുമായിരുന്നു അന്ന് രാജീവരുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ, മുൻ ദേവസ്വം കമ്മീഷണർ N വാസു, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ, മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാർ തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് അംഗവുമായിരുന്ന KP ശങ്കർദാസിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. SIT അന്വേഷിക്കുന്ന കേസിലെ അതേ പ്രതികൾ തന്നെയാണ് ED കേസിലെയും പ്രതിപട്ടികയിലുള്ളത്. എന്നാൽ ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടികയിൽ മുൻ ദേവസ്വം മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.